മാനവികതയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കട്ടപ്പന ഹിൽ ടൗൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളും കട്ടപ്പനയിലെ വിവിധ സംഘടനകളിലെ അംഗങ്ങളും വിവിധ സാമുദായിക പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുത്തു. കട്ടപ്പന CSI പള്ളി വികാരി ഫാദർ ബിനോയ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വ്രതാനുഷ്ഠാനം മനുഷ്യരിൽ ക്ഷമയും സഹാനുഭൂതിയും വളർത്തുമെന്നും ഇത്തരം ഒത്തുചേരലുകൾ മതസൗഹാർദ്ദം ദൃഢമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇഫ്താർ സംഗമം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സന്ദേശം സാമൂഹിക ഐക്യം, സഹവർത്തിത്വം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷണം ലഭിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ഏതാനും ചില ആർട്ടിക്കിളുകളൊക്കെ ഓടിച്ച് ഒന്ന് നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്തയാണ്. നമുക്കറിയാം, എല്ലാ മതങ്ങൾക്കും അവരുടേതായ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഹാഫിസ് യൂസഫ് മൗലവി അൽ കൗസരി മുഖ്യ സന്ദേശം നൽകി. സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കട്ടപ്പന DYSP VT ഷാജൻ സന്ദേശം നൽകി. കട്ടപ്പന വില്ലേജ് ഓഫീസർ ജയൻ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് എന്നിവർ സംസാരിച്ചു. റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ഒത്തുചേരലാണ് ഇഫ്താർ സംഗമം. ഇന്നത്തെ കാലത്ത് ഇഫ്താർ സംഗമങ്ങൾ വലിയ തോതിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ക്ഷണിച്ചുകൊണ്ട് ഇത്തരം വിരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത് പരസ്പര ബഹുമാനവും സാഹോദര്യവും വളർത്തുന്നു. 100-ൽ പരം പേർ പങ്കെടുത്ത വിരുന്നിൽ വൈവിധ്യമാർന്ന വിഭവങ്ങളും ഒരുക്കിയിരുന്നു. പ്രാർത്ഥനയോടെയും സ്നേഹ സംഭാഷണങ്ങളോടെയും നടന്ന വിരുന്ന് സൗഹൃദത്തിന്റെ പുതുമയാർന്ന അനുഭവമായി മാറി. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.